സങ്കീർത്തനത്തിലെ ഒരു വാക്യം. ഒന്നിച്ച് ചിന്തിച്ച് ധ്യാനിക്കൊണ്ട് താല്പര്യപ്പെടുകയാണ് വേണ്ടി 19-ാം സങ്കീർത്തനത്തിന്റെ 32-ാം വാക്യം. ഞാൻ പേടിക്കുന്ന എന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയെന്നോ. സങ്കീർത്തനത്തിലെ വലിയൊരു സങ്കീർത്തനമാണ് 19-ാമത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വചനം. ഈ പറയുന്നത് ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. ഈ സങ്കീർത്തനത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും അതേപോലുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്കുകൾ ഓർത്തിയുണ്ട്. 119-32 പറഞ്ഞിരിക്കുന്നത്, 32-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പ്രകാരം പറഞ്ഞിരിക്കുന്നത് 110-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്നയും അപമാനവും എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. 123-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്, ഞാൻ സഹിച്ച് മടുത്തിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു. ഒന്ന്, ഭയപ്പെടുന്ന നിന്നയുണ്ട്. ചില നിന്ദകൾ വന്നു ഭവിച്ചിട്ടത് സഹിച്ച് മടുത്തിരിക്കുന്ന അവസ്ഥയുണ്ട്. മറ്റൊന്ന്, ഒരു പ്രൊട്ടക്ഷനായി ദൈവത്തോട് പറയുക, കർത്താവേ, എന്നെയും അപമാനവും എന്നോട് അകറ്റണമേ. ഈ 3 സന്ദർഭങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാമോ? 119-ാം സങ്കീർത്തനം 39-ാം വാക്യമാണ് നാം വായിച്ചത്. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ എന്നുള്ളത്. 119-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ 119-22 നിന്നയും അപമാനവും എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, 123-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ, യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു. ഈ 3 രീതിയിലുള്ള ഏതെങ്കിലും ഒരു നിലവാരത്തിലുള്ളവരായിരിക്കാം എന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടു. ചിലര് പേടിക്കുന്നുണ്ട്, അതെനിക്ക് വന്ന് ഭവിക്കുമോ, അങ്ങനെയൊരു സംഭവം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊന്ന്, വർഷങ്ങളായി ചില നിന്ദകൾ അത് ഉണ്ട്, ഇതുവരെയും ഉരുട്ടി മാറ്റപ്പെട്ടിട്ടില്ല. അത് തലമേലിരിക്കുന്ന ഒരു ഭാരമായി നിന്നയായി നിൽക്കും. മറ്റൊന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവേ, നിന്നയും അപമാനവും എന്നോട് അകറ്റണം. അതിന്റെ ഭവിഷ്യത്തുകൾ, അതിന്റെ പ്രയാസങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഭക്തന്മാർ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇത് അകറ്റിക്കളയണമേ, അല്ല നിന്റെ ഹിതമാണെങ്കിൽ നിന്ന് വരുമ്പോൾ അത് സഹിച്ച് ഞങ്ങൾ മടുത്തു പോകാതിരിക്കുവാനുള്ള കൃപ നൽകണമേ. രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്, നമ്മെല്ലാവരും ഭയപ്പെടുന്ന, പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നിന്ദിക്കപ്പെടുക, പരിഹസിക്കപ്പെടുക എന്നുള്ളത്. വലിയൊരു പ്രയാസകരമായ കാര്യമാണ്. അത് മറ്റ് പല മേഖലകളിലും അനുഭവിച്ചവർക്ക് അറിയാം. അത് എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്കത് പ്രയാസം തോന്നും. അത് എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ, അവർ പരീക്ഷയിൽ പാസ്സാകുന്നില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും, വേദനയുണ്ടാകും. ദൈവമേ, മറ്റു കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, നല്ല മാർക്ക് കിട്ടുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല, ഒരു വിഷമം ഉണ്ടാകും. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ദിക്കപ്പെടുന്നവരുണ്ട്. ചില സൗന്ദര്യമില്ലാത്തതുകൊണ്ടായിരിക്കും, സമ്പത്തില്ലാത്തതുകൊണ്ടായിരിക്കും, വീടില്ലാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെ വിവിധ വിഷയങ്ങളുണ്ട്. ഇനി വിശ്വാസി വന്നതിന്റെ പേരില് ക്രിസ്ത്യാനിയായ ശേഷമായി നിന്ന് സഹിക്കുന്ന ഇടയുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, പത്രോസ് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനിയായി എന്നാൽ അല്ലെങ്കിൽ കൃഷ്ണ സഹിക്കേണ്ടി വന്നാൽ അതിൽ സന്തോഷിക്കാൻ പറയും. അങ്ങനെ വിവിധ നിലവാരങ്ങളിൽ നിന്ന് സഹിക്കുന്ന അനുഭവം ഉള്ളപ്പോൾ ഇവിടെ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ്, ഞങ്ങൾ ഭയപ്പെടുന്ന നിന്ന, ഞങ്ങൾ പേടിക്കുന്ന നിന്ന ഞങ്ങൾക്ക് വന്നു ഭവിക്കരുതേ എന്ന് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി.
തെറ്റി. ഞാനതിന് ഒന്ന് രണ്ട് തെളിവുകൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വായിക്കുന്ന ദൈവവചനത്തിന്റെ ആധികാരികത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളൊരു വാക്യം എടുത്ത് വായിച്ചു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനുഷ്യരുടെ ബന്ധത്തിൽ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ദേശം, രാജ്യമൊക്കെ ഉണ്ട്. ഞാൻ പേടിക്കുന്ന നിന്നെ എനിക്കായിട്ടിക്കളയണം, നിന്റെ വിധികൾ നല്ലവയല്ലോ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അപേക്ഷയാണ്, കർത്താവേ, ദേശത്ത് നിന്ദിക്കപ്പെടുമോ, ഞങ്ങള് പരിഹാസരായിത്തീരുമോ? അല്ലെ, നമ്മൾ പല ഉദ്ദേശത്തിന് വേണ്ടി അയച്ചിട്ട് നടക്കാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുമ്പിൽ തലകുനിക്കേണ്ടി വരും. അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ തലകുനിക്കേണ്ടി വരുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ തന്നെ പറയും, കർത്താവേ, ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണം, നിന്റെ വിധികൾ നല്ലവയാണ്. ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി ഞാൻ അത് കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിന്നെ സഹിക്കാത്ത അല്ലെങ്കിൽ നിന്ദിക്കപ്പെടാത്ത പരിഹസിക്കപ്പെടാത്ത ആരെങ്കിലും ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ കാണത്തില്ല. കാരണം ലോകത്തിലെ എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ദൈവമക്കളൊക്കെ ഈ ഒരു കാര്യം എപ്പോഴും ഭയപ്പെടുന്നതാണ്. ഇപ്പം നമ്മൾ ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഭയം ഉള്ളിലുണ്ട്. ഞാൻ ആ വിഷയത്തിൽ നിന്ദിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനെ മാറ്റിവിടുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ദൈവചിന്തയിലൂടെ ചിന്തിപ്പാനാണ് നമ്മുടെ രാത്രിയിൽ ഒന്നിച്ച് ദൈവസനയിൽ വചനങ്ങളെ ധ്യാനിക്കുന്നത്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്കുകൾ വായിച്ച് വലിയൊരു നിന്ദയിൽ നിന്ന് ഒരു ദേശം വിടുതൽ പ്രാപിക്കുന്നതിനെ കുറിച്ചുള്ള ചില ചിന്തകൾ ഒന്നിച്ച് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. അനന്തരം അമ്മോന്യനായ നാഗാശ് പുറപ്പെട്ടു വന്ന ഗിലെയാദിലെ യാബേശിന് നേരെ പാളയങ്ങൾ. യാബേശ് നിവാസികളൊക്കെയും നാഗാശിനോട്, ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അമ്മോന്യനായ നാഗാശ് അവരോട്, നിങ്ങളുടെ വലങ്ങണ്ണൊക്കെയും ചുഴന്നെടുക്കുകയും എല്ലാ ഇസ്രായേലിനുമേലും ഈ നിന്ന വരുത്തുകയും ചെയ്യുമെന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മോന്യനായിരിക്കുന്ന നാഗാശ് എന്ന പേരിന്റെ അർത്ഥം സർപ്പന്റ് എന്നാണ്, പാമ്പെന്നാണ് അതിന്റെ അർത്ഥം, സർപ്പന്റ്. ഇവർ വളരെ അധികമായി ഇസ്രായേലിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം, ലോത്തിന്റെ മക്കളാണ്, ലോത്തിന്റെ തലമുറയിൽപ്പെട്ടതാണ് മോവാബ്, അമ്മോന്യരും. ഇസ്രായേലിന്റെ മക്കളോട് അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന, ഭക്തസന്തതിയായിരിക്കുന്ന ഇസ്രായേലിനോട് വളരെ ശക്തമായി എതിർത്ത് നിന്ന ഒരു ശക്തിയാണ്. ഏകദേശം അവരുടെ വാസസ്ഥലം നോക്കുമ്പോൾ ഈ വാഗ്ദത്ത ദേശത്തിന്റെ തെക്കേറ്റത്തുള്ള തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ദേശത്താണ് അമ്മോന്യരും മോവാബിലും ഉള്ളത്. അതിനോട് അനുബന്ധമായിട്ടാണ് ഏദോം കിടക്കുന്നത്. അപ്പോൾ ഇത് ബന്ധങ്ങളുണ്ടെങ്കിലും വാഗ്ദത്തമുള്ള ബന്ധത്തിൽ ഇസ്രായേലിനുള്ള വാഗ്ദത്തത്തെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ അവരെ എപ്പോഴും പീഡിപ്പിക്കുന്ന, അവരെ നിന്ദിക്കുവാൻ, പരിഹസിക്കുവാൻ, ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അയൽ രാജ്യങ്ങളായി ഈ ദേശങ്ങളൊക്കെ കിടക്കുന്നു. ചുറ്റുപാടും ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന മുഴുവനും പ്രതികൂലമായിരിക്കുന്ന രാജ്യങ്ങളാണ്. അനുകൂലമായിട്ടുള്ള വളരെ ചുരുക്കം അവിടെ ഇല്ലായിരുന്നു. അതിന്റെ മധ്യത്തിലാണ് ദൈവം തന്റെ ജനത്തെ നിന്ദക്കേൽപ്പിക്കാതെ ദൈവം പ്രവർത്തിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിന്ദിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം ദൈവത്തെ മാനിക്കുന്നവരാകണം. നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്നതിനായിത്തീരും. അത് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പ്രവൃത്തിയുമാണ്. ഇവിടെ ഈ യാബേശ് നിവാസികൾ അത്ര നല്ല ആൾക്കാരൊന്നുമല്ല. ഗിലെയാദിലെ യാബേശ് നിവാസികൾ അത്ര നല്ല ആൾക്കാരല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അവരെ അഹങ്കാരികളായിരുന്നു. അതുപോലെ തന്നെ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ദൈവം ഇസ്രായേലിന്മേൽ ഉപയോഗിക്കുന്ന ശൗൽ രാജാവും അവന്റെ ഗോത്രവും അഹങ്കാരികളായിരുന്നു.
ഇവരെയൊക്കെ ദൈവം താഴ്ത്തി എന്നുള്ളത് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ കാണാം. അപ്പൊ ദൈവത്തിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ മാറിപ്പോകണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടണം എന്നുള്ളത് ഇവിടെ ഈ ഭാഗത്തൊന്നും കാണാൻ സാധിക്കും. ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള മാനം നമുക്ക് ലഭിക്കൂ. സാധാരണത്തെ ഇങ്ങനെ അമ്മോന്യരൊക്കെ വന്ന് വലം കണ്ട് ചൂഴ്ന്നെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. ന്യായന്മാരുടെ കാലത്ത് ഇവരൊക്കെയും വളരെയധികം ദൈവത്തിൽ നിന്ന് ദൈവിക വ്യവസ്ഥയോട് എതിർത്തുന്നവരായിരുന്നു ഗിലെയാദിലെ യാവേശ് നിവാസികൾ. അതുപോലെ തന്നെ ബെന്യാമീൻ ഗോത്രവും വളരെയധികം എതിർത്തതിനാൽ അവരെ ദൈവമായി കർത്താവ് ഇടപെട്ട് ദൈവം അവരെ പഠിപ്പിച്ച് അവരെ ഒന്നുമല്ലാതാക്കി താഴുവാൻ ദൈവം പഠിപ്പിച്ചു. അപ്പോൾ ദൈവം വിളിച്ചിറക്കുന്ന ദൈവജനത്തിന് നാം നന്മ അനുഭവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ പാടില്ല. ഞെരുക്കങ്ങളും ഭാരങ്ങളും കഷ്ടതകളും വരുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. എല്ലാം ശരിയൊക്കെയാണെങ്കിൽ, എല്ലാം കൃത്യമൊക്കെ ആണെങ്കിൽ ദൈവത്തെ മറന്നുപോകും. പിന്നെ നമുക്കൊരു കഴിവുണ്ടെന്നൊക്കെയുള്ള ചിന്തയൊക്കെ വരും. അവിടെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉയർന്നു വരുന്നത്. ഞാനിതിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഇവരോട് പറഞ്ഞത്, ഇവര് നാഗാസ് എന്ന രാജാവിനെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. അത് 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ പറഞ്ഞ, പിന്നെ അമ്മോന്യരുടെ രാജാവായ നാഗാസ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട് രാജാവ് ഞങ്ങളോട് മേൽ വാഴണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് നേരത്തെ ഈ ന്യായാധിപന്മാരുടെ കാലത്ത് ഏറ്റവും അധികമായി ഭയപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു അമ്മോന്യ രാജ്യവും നാഗാസ് എന്ന രാജാവും. അപ്പൊ അദ്ദേഹം എപ്പോഴാണ് ഇവരോട് എതിർക്കാൻ വരുന്നതെന്നുള്ളത് ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവര് പറഞ്ഞ ജാതികളെ പോലെ രാജാവിന് വേണം എന്ന് പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരയക്കുന്ന ശൗലിനെ രാജാവായി വാഴിച്ചു കൊടുത്തു എന്നുള്ളത് 10-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ 10-ാം അധ്യായത്തിൽ ശൗലിനെ ദൈവം അവർക്ക് രാജാവായി ശമൂവേൽ മുഖാന്തരമായി ഒരുക്കി കൊടുത്തെങ്കിലും അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദൈവം ആക്കിയിരുന്ന ശൗലിനെ അംഗീകരിക്കാത്തവർ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ 10-ാം അധ്യായം 25 വാക്യങ്ങൾ. അതിനുശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിബെയയിൽ തന്റെ വീട്ടിലേക്ക് പോയി. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരാൾക്കൂട്ടവും അവനോട് കൂടെ പോയി. എന്നാൽ ചില നീചന്മാർ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു. അവനെ കാഴ്ച കൊണ്ടുവരാതിരുന്നു. അവനോ അത് ഗണ്യമാക്കിയില്ല. അപ്പോൾ ഇവർ രാജാവിനെ ചോദിച്ചു. അതിന് തക്കതായ രാജാവിനെ ബെന്യാമീൻ ഗോത്രക്കാരനായിരിക്കുന്ന ശൗലിനെ ദൈവം അവർക്ക് രാജാവായിട്ട് കൊടുത്തു. എന്നാൽ അത് ദൈവത്താൽ അവൻ രാജാവായി വന്നു കഴിഞ്ഞപ്പോഴും അത് അംഗീകരിക്കാത്ത നീചന്മാർ, ദുഷ്ടന്മാർ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് ഗിബെയയിൽ ഉണ്ടായിരുന്ന നീചന്മാരാണ് കാഴ്ച കൊണ്ട് അതുകൊണ്ട് എതിർത്തത്. പക്ഷെ അത് ശൗലത് ഗണ്യമാക്കിയില്ല. കാരണം അവന് മനസ്സിലായി ചില ആൾക്കാർ നിന്ദിച്ചത് കൊണ്ടൊന്നും ദൈവം തന്നിരിക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കാതെ പോകത്തില്ല. അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും ശൗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും മോശമായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ് ശൗലിന്റെ രാജാവിനെ കുറിച്ച് മനസ്സിലുള്ളത്. പ്രിയപ്പെട്ടവരെ, അവന്റെ പ്രാരംഭ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിൽ വിനയപ്പെട്ടവനും ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തെ ആത്മാശക്തിയോടെ വ്യാപരിച്ച് വലിയ പ്രവർത്തികൾ ചെയ്ത വ്യക്തിയായിരുന്നു ശൗൽ. എന്നാൽ അവൻ പിൽക്കാലത്ത് അതിനുശേഷമായി അവനിൽ വന്ന അഹങ്കാരവും അവനിൽ വന്ന സ്വയത്തിന്റെ ചിന്തയും അവന്റെ കുടുംബത്തെക്കുറിച്ചുള്ള, തലമുറയെക്കുറിച്ചുള്ള അവന്റെ സ്വന്തം സ്വജനപക്ഷപാതവും ഇതെല്ലാം വന്നപ്പോഴാണ് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട്, ദൈവത്താൽ ശപിക്കപ്പെടുവാൻ ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോകാൻ ഇടയാത്തപ്പോൾ അപ്പൊ ഈ ശൗൽ അന്നേരം അത് ഗണ്യമാക്കില്ല. അവൻ മനസ്സിലായി ഇവര് കുറച്ചുപേർ നിന്ദിച്ചുകൊണ്ടൊന്നും എന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ അല്ലെങ്കിൽ അഭിഷേകം അത് നഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ധിക്കരിച്ചിരിക്കുന്ന
ഒരു സമയത്താണ് ഈ നിന്ദിക്കപ്പെട്ട ശൗലിനെ ദൈവം അവിടെ ഉപയോഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും. ഒരുപക്ഷെ മനുഷ്യന്റെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടവരെ ആണ് ദൈവശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ രാജാവായിട്ട് വരുമ്പോൾ ഇവൻ സാമാന്യരുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശൗൽ. ഇതിനു മുമ്പ് ശമൂവേലിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവനെ രാജാവാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവനെ ഉറപ്പിച്ച വിട്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇവൻ സാമാന്യരുടെ ഇടയിൽ ഒളിച്ചിരിക്കുക, ആ ഭാഗത്തേക്ക് വന്നില്ല, ഭയപ്പെട്ടിരിക്കുക. ഇത് അറിയാവുന്നതാണ് പറഞ്ഞത്, ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തനെ രാജാവാക്കിയാൽ എന്ത് പ്രയോജനം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചത്. അവർ നോക്കിയപ്പോൾ ഇവന് പൊക്കോന്നുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇവന്റെ ഉള്ളിൽ ധൈര്യമില്ല. ഇവൻ ഭീരുവാണ്, ഭയമുള്ളവനാണ്. അതുകൊണ്ട് ഇവന് രക്ഷിപ്പാൻ കഴിയുകയില്ല എന്നുള്ള ചിന്താഗതിയിലാണ് അവന് ധിക്കരിച്ചു കളഞ്ഞത്. എന്നാൽ ദൈവത്താൽ അവൻ അവരുടെ ആവശ്യപ്രകാരം ദൈവം തെരഞ്ഞെടുത്തുള്ളത് കൊണ്ട് അവർ ധിക്കരിച്ചു കളഞ്ഞാലും ദൈവം അവനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അനന്തരം അമോന്യനായ നാഗാശ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേശിന് നേരെ പാളയമറങ്ങി. ഈ യാബേശിന് നേരെ പാളയമറങ്ങിയപ്പോൾ യാബേസ് നിവാസികളൊക്കെയും നാഗാശിനോട്, ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം. അവർ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്, കാരണം ഇവൻ വളരെ ശക്തിയുള്ളവനാണ്, ഇവനോട് യുദ്ധം ചെയ്ത് ഇവനെ ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് അവര് യുദ്ധം ചെയ്യാതെ തന്നെ അവന്റെ കാല് പിടിച്ചു, ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഉടമ്പടി ചെയ്യുന്നതിന്റെ അർത്ഥം നീ എന്ത് പറയുന്നു ഞങ്ങൾ ചെയ്തുതരാം, അതിന് ഞങ്ങൾ നിന്നെ സേവിക്കാം, ഞങ്ങൾ അടിമയാകുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളോട് ഉടമ്പടി ചെയ്ത് ഞങ്ങളെ യുദ്ധം ചെയ്യാതെ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം എന്നുള്ള അഭ്യർത്ഥന നാഗാശോട് പറഞ്ഞെങ്കിലും നാഗാശ് അത് കൈക്കൊണ്ടില്ല. അമ്മോന്യനായ നാഗാശ് അവരോട് നിങ്ങളുടെ വലം കൊണ്ടൊക്കെയും ചുഴന്നെടുക്കുകയും എല്ലാ ഇസ്രായേൽ നിന്ന് വരുത്തുകയും ചെയ്യുമെന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. അവന്റെ അഹങ്കാരം കാണണം, നോക്കണം. അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങളുടെ വെള്ളിയോ പൊന്നോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം എന്നെ സേവിക്കാമെന്നൊന്നും പറഞ്ഞാലൊന്നും ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ ഒരു ഉടമ്പടിയും ചെയ്യത്തില്ല. വലിയൊരു പരിഹാസം നിന്ന അവരോട് പറയുകയാണ്, നിങ്ങളുടെ വലം കണ്ണൊക്കെ ചുഴന്നെടുത്ത് തരണം. അത് നിങ്ങൾ മാത്രം പോരാ, യാബേശ് നിവാസികൾ മാത്രം പോരാ, എല്ലാ ഇസ്രായേലിനും വലം കണ്ണില്ലാത്തവരായി തീരണം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മുഴുവനും കാഴ്ചയില്ലാത്തവരായി ഒരു ഭാഗം മാത്രം കണ്ടാൽ മതി, വലം കണ്ണ് വേണ്ട എന്നുള്ള ഒരു നിന്നയാണ് അവൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എനിക്ക് 2 കണ്ണുണ്ടല്ലോ, ഈ 2 കണ്ണുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് ഒരു കണ്ണ് എടുത്തു കളഞ്ഞു, ഒരു കണ്ണ് മതി എന്ന രീതിയിൽ നിന്ദിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ വലിയൊരു നിന്നയാണ് അവരോട് പറഞ്ഞത്. പറഞ്ഞാൽ നിനക്ക് കണ്ണ്, നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ടെന്താ പ്രയോജനം? അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ചുഴന്നെടുത്ത് തന്നേരെ ഞാൻ നിങ്ങളെ വിട്ടുപോകാൻ പോകുന്നു. കർത്താവ് പറഞ്ഞത് മറ്റൊരു രീതിയിലാണ്. നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്ന കണ്ണെങ്കിൽ 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു കണ്ണ് ചുഴന്നെടുത്ത് കളയുന്നത് നല്ലതെന്ന് കർത്താവ് പറഞ്ഞു. അത് അങ്ങനെ ചെയ്യണമെന്നല്ല എന്റെ അർത്ഥം. അതിന്റെ ആധിക്യത്തെ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയെ കർത്താവ് കാണിക്കുക. 2 കണ്ണുള്ളവനായി പാപം ചെയ്തിട്ട് അഗ്നിനരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു കണ്ണ്, ഇടർച്ച വരുന്ന കണ്ണ് ചുഴന്നെടുത്ത് കളയുക എന്ന അർത്ഥത്തിൽ കർത്താവ് പറഞ്ഞു. ഇവൻ പറയുന്നത് വലിയൊരു പരിഹാസമായിട്ട് പറയുക. നിങ്ങൾ 2 കണ്ണുണ്ടായിട്ട് ഇങ്ങനെ അടിമകളായിരിക്കുന്നതിനേക്കാൾ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു കണ്ണങ്ങ് എടുത്തു തന്നേരെ, ഒരു കണ്ണ് മാത്രം മതി, അത് മാത്രം മതി, അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ 2 കണ്ണും വേണ്ട, ഞാൻ അനുവദിച്ചിരിക്കുന്നു. പരിഹാസമാണ്. 2 കണ്ണില് 1 നിങ്ങൾ വെച്ചു, വലത് കണ്ണിങ്ങ് തന്നാൽ മതി. മനസ്സിലായല്ലോ? അത്രമാത്രം നിന്ദിച്ചു. നമ്മളത് വായിക്കുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാകത്തില്ല. പക്ഷെ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു നിന്നയാണ് അവരോട് പറഞ്ഞത്. നിന്ദിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്റെ ദയ കൊണ്ട്, എന്റെ കരുണ കൊണ്ട്, ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്നുകൊണ്ട് നിങ്ങളുടെ 2 കണ്ണ് ഞാൻ ചുഴന്നെടുക്കാൻ പറയുന്നില്ല, ഒരു കണ്ണ് നിങ്ങൾ വെച്ചു, അത് മറ്റൊരു കണ്ണ് ഇങ്ങ് തന്നേക്കണമെന്ന് പറഞ്ഞപ്പോൾ
അവൻ അവമാനിക്കുകയായിരുന്നു ചെയ്തത്. ആരെയാ അവമാനിച്ചത്? ഏത് ജാതീയ? അമോന്യനായിരിക്കുന്ന ലോത്തിന്റെ തലമുറയിൽപ്പെട്ടവർ അവമാനിച്ചത് ആരെയാ? ഇസ്രായേൽ എന്ന ഗോത്രത്തിൽപ്പെടുന്ന, ഗിലെയാദ് ദേശത്തിലുള്ള മനശ്ശെ ഗോത്രത്തിൽപ്പെടുന്നവരെ അവരാണ്, യാബേശ് നിവാസികളായിട്ടുള്ളവരാണ് അവൻ ഈ ധിക്കാരപരമായ രീതിയിൽ സംസാരിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ഒരാഴ്ച സമയം തരണം, 7 ദിവസം തരണം, ഞങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ഒന്ന് അറിയിച്ചിട്ട് ഞങ്ങൾ രക്ഷിപ്പൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. ഇവർക്ക് പണ്ടൊരു അനുഭവം ഉണ്ടായതാ, യാബേശ് നിവാസികൾക്ക്. പറഞ്ഞല്ലോ, ഇവർ അഹങ്കാരികളായിരുന്നു. ഈ അഹങ്കാരം ഉള്ള അവരെ ദൈവം പഠിപ്പിക്കുകയും ചെയ്തു. ഇവർക്ക് ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇപ്പോൾ ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ചിലരോട് ആലോചിക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം, ആരുമില്ലെങ്കിൽ, ഞങ്ങൾ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. ഇവർക്ക് ഭയമായി, ഞങ്ങൾ നിന്ദിക്കപ്പെടുമല്ലോ, ഈ നിന്നവന്ന് ഞങ്ങളെ പിടിക്കുമല്ലോ എന്ന് പേടി അവരെ ഭയപ്പെടുത്തി. അവർ ആ നിന്ന മാറിപ്പോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ എങ്ങനെയും അമോന്യ രാജാവായിരിക്കുന്ന നാഗാഷ് പറഞ്ഞിരിക്കുന്ന നിന്ന ഞങ്ങളുടെ മേൽ വരാതിരിക്കാൻ വേണ്ടി അവർ വാസ്തവത്തിൽ ഇസ്രായേൽ മറ്റുള്ള ഗോത്രങ്ങളോട് അവർ ആലോചന ചോദ്യപ്പാട്ടിടയാത്തുന്നു. ഇവർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അഹങ്കരിച്ചെന്ന് പറഞ്ഞതിന്റെ കാരണം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം നോക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ബെന്യാമീനരുടെ അഹങ്കാരം മുഖാന്തരം യുദ്ധമുണ്ടാകും. ആ സമയത്ത് 21, എന്നാൽ തമ്മിൽ ആരും തന്റെ മകളെ ഒരു ബെന്യാമീന് ഭാര്യയായി കൊടുക്കരുതെന്ന് ഇസ്രായേലിലെ മിസ്പയിൽ വെച്ച് ശപഥം ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എന്റെ പശ്ചാത്തലത്തിൽ കടന്നു പോകുന്നില്ല. അപ്പൊ ഈ ശപഥം ചെയ്തപ്പോൾ അങ്ങനെയുള്ള എല്ലാരും ഈ ബെന്യാമിൻ ഗോത്രക്കാരെല്ലാം കൊല്ലുന്നൊരു അനുഭവത്തിലേക്ക് 600 പേർ രക്ഷപ്പെടുകയും അവർക്ക് ഭാര്യമാരായി തീരാൻ വേണ്ടി മറ്റുള്ളവരെ ഗോത്രങ്ങൾ ആരെയും മക്കളെ ഭാര്യമാരെ കൊടുക്കുകയില്ല എന്ന ഉഗ്രശബ്ദം വന്നതുകൊണ്ട് അതിന് മറുമരുന്നായിട്ട് എന്തെങ്കിലും ചെയ്യുവാനുണ്ടോ എന്നുള്ളത് ചിന്തിച്ചപ്പോൾ അവർ നോക്കിയത് ആരെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ട് എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലെയാദിലെ യാബേശിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു. 21-ാം അധ്യായം 8-ാം വാക്യം. ബെന്യാമീനരുടെ അഹങ്കാരം നിമിത്തം അവര് ദുഷ്പ്രവൃത്തി ചെയ്തിരിക്കുന്ന ഗിബയിലെ ആ പ്രവൃത്തിയിൽ വഷളത്വം പ്രവർത്തിച്ചപ്പോൾ അതിനെ കൂട്ടുനിന്നുകൊണ്ട് ഇസ്രായേൽ ഗോത്രത്തിനെതിരായി നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി അഹങ്കരിച്ചവരാണ് ബെന്യാമിൻ ഗോത്രക്കാർ. അതാണ് അവിടെ നാശത്തെ കാണാൻ പറ്റുന്നത്. ഇസ്രായേൽ വഷളത്വം വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പശ്ചാത്തലം പിന്നെ വായിക്കും നിങ്ങൾക്കറിയാം. അപ്പൊ ആ സമയത്ത് ഇവര് ചെയ്ത് കൂട്ടിയിരിക്കുന്ന ആ വഷളത്വത്തിന് കൂട്ടുനിന്നുകൊണ്ട് ഗിബയിൽ ഇവര് അതിനെ എതിർത്ത് നിൽക്കാതെ ഇസ്രായേലിനത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി യുദ്ധം ചെയ്തപ്പോൾ മറ്റുള്ള ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ആൾക്കാരെ വിളിച്ചു വരുത്തിയപ്പോൾ ഗിലെയാദ് ആൾക്കാർ വന്നു. എന്നാൽ ഗിലെയാദിൽ നിന്നുള്ള യാബേശ് നിവാസികൾ അതിനെ ധിക്കരിച്ചു കളഞ്ഞു. 20-ാം അധ്യായത്തിൽ 21-ാം വാക്യം, അനന്തരം ഇസ്രായേൽ മക്കളൊക്കെയും പുറപ്പെട്ട് ദാൻ മുതൽ ബേർശേബ വരെയും ഗിലെയാദ് ദേശത്തുമുള്ളവരൊക്കെയും ഏക മനസ്സോടെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വഷളത്വം ഇസ്രായേൽ നീക്കിക്കളയാൻ വേണ്ടി ഒന്നിച്ചു കൂടിയപ്പോൾ ബെന്യാമീൻ ദൈവത്തിന് അവരത് അംഗീകരിച്ച് അവിടെ തെറ്റ് ചെയ്ത ആളെ കണ്ടുപിടിച്ച് ശിക്ഷ കേൾപ്പിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ കോപം അവിടെ നിന്ന് വരത്തില്ലായിരുന്നു. എന്നാൽ അവരത് ചെയ്യാതെ അവർ ആ ചെയ്ത പാപത്തെ അവർ നിസ്സാരമായി കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ഇസ്രായേൽ ജനത്തോട്, മൂപ്പന്മാരോട്, അവരുടെ പറഞ്ഞ ആൾക്കാരോട് ധിക്കരിച്ച് യുദ്ധം ചെയ്യുന്ന അനുഭവത്തിലേക്ക് അവർ വന്നപ്പോഴാണ് അവിടെ യുദ്ധമുണ്ടാകേണ്ടത് വന്നത്. ഈ സമയത്ത് ദാൻ മുതൽ ബേർശേബ വരെ ഈ ഗിലെയാദ് ദേശത്തുമുള്ള സഭയൊക്കെയും ഏക മനസ്സോടെ മിസ്പയിൽ യഹോവയിൽ വന്നു കൂടിയപ്പോൾ ഇതിനെ അവഗണിച്ച ഒരു കൂട്ടരായിരുന്നു
ഈ ഗിലെയാദിലെ ദേശത്തിലെ യാബേസിലുള്ളവർ. ഇതിന്റെ പശ്ചാത്തലം നന്നായി മനസ്സിലാക്കിയെങ്കിലേ അഹങ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതിനെ നിസ്സാരമായി കണ്ടവരാണ് യാബേസ് നിവാസികൾ. 20 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഗിലെയാദ് ദേശത്തുള്ള മറ്റുള്ള ആൾക്കാർ വന്നപ്പോൾ ഗിലെയാദിലെ യാബേസിലുള്ളവർ എന്ത് ചെയ്തില്ല, അവര് വന്നില്ല. അവര് നിസ്സാരമായി കണക്കാക്കി അതിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് 21 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 21 അധ്യായത്തിൽ അതിന്റെ 8-ാം വാക്യം, ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലെയാദിലെ യാബേസിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു. ജനത്തെ എണ്ണി നോക്കിയാറ് ഗിലെയാദിലെ യാബേസ് നിവാസികൾ ആരും അവിടെ ഇല്ല എന്ന് കണ്ടു. അത് മനസ്സിലാക്കിയപ്പോൾ ഈ ഗിലെയാദ് മറ്റുള്ളവർ പോയി, പക്ഷെ യാബേസ് നിവാസികൾ പോയില്ല. ഇവര് തന്നെത്താൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് കഴിവുണ്ട്. അവർക്ക് ആ മനോഭാവം ഉള്ളതുകൊണ്ട് അവരതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എത്താതെ മറ്റുള്ള ഗോത്രങ്ങളോട് ചേർന്ന് നിൽക്കാതെ യാബേസ് നിവാസികൾ നിന്നു എന്നാണ് ഇവിടെ ചരിത്രം നമ്മളിവിടെ മനസ്സിലാക്കിയെടുത്തത്. ഇവരോടാണ് അവർക്ക് അവസാനം നമുക്കറിയാം, അവിടെയുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞു. അവസാനം അവിടെയുള്ള സ്ത്രീകളെ ആണ്, കന്യകമാരായിട്ടുള്ളവരെയാണ് ബെന്യാമിൻ ഗോത്രം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അഹങ്കാരികളെ തീർന്ന കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ ഉണ്ടായിരുന്ന ബെന്യാമിന്റെ പിതാവായിരിക്കുന്ന യാക്കോബ് പറഞ്ഞു, ബെന്യാമിനെ കുറിച്ച് പറഞ്ഞത് അവൻ കടിച്ചു കീറുന്ന ചെന്നായ എന്നാ പറഞ്ഞിരിക്കും. അവന്റെ സ്വഭാവം അതായിരുന്നു. അപ്പോൾ ഇവര് അഹങ്കരിച്ചപ്പോൾ ഈ 2 ദേശക്കാരെയും, ഒന്ന് ഈ ബെന്യാമിൻ ഗോത്രക്കാരെയും അതുപോലെ തന്നെ ഗിലെയാദിലെ യാബേസ് നിവാസികളെയും ദൈവം എന്ത് ചെയ്തു? മര്യാദ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവര്, രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തോടും ദൈവകൽപ്പനയോടും ദൈവോപദേശത്തോടും എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ദൈവം അവരെ മര്യാദ പഠിപ്പിക്കും. ദൈവത്തിന്റെ ജനതയെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ദൈവം നമ്മെ എന്ത് ചെയ്യും? മര്യാദ പഠിപ്പിക്കും. എന്താണ് ദൈവത്തിന്റെ ന്യായം, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ നിന്നെ അകറ്റണമേ എന്ന് പറയുമ്പോൾ, സംഗീതക്കാരെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞത് ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നീതിയുള്ള പ്രാർത്ഥന കഴിക്കാനുള്ള ഒരു മാനസികമായിരിക്കുന്ന ഒരു നിലവാരം നമുക്കുണ്ടായിരിക്കണം. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ, നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു എന്നുള്ള ഒരു അനുഭവത്തിലാണ് ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ നിന്ന് കേൾപ്പിക്കുകയില്ല. ദൈവത്തിന്റെ ഹിതമുടി പ്രവചനത്തിലും ഇവിടെ അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോയി. ഒരു ഗോത്രം നശിച്ചു പോയി, ബെന്യാമീൻ ഗോത്രം തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അവർക്ക് സ്ത്രീകളില്ലാതെ വന്നപ്പോൾ 600 പേർക്ക് ഭാര്യമാരായി തീരാൻ വേണ്ടി യാബേസ് നിവാസികളിൽ നിന്നുള്ള ഇപ്പൊ ഈ ഗിബിയോൻ, ഗിലെയാദിലെ യാബേസും അതുപോലെ ബെന്യാമീൻ ഗോത്രമായിരിക്കുന്ന ഗിബയിലുള്ള ശബുലുമൊക്കെ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. കാരണം ഈ യാബേസിലെ തലമുറയിൽപ്പെട്ടവരാണ് പിന്നീട് ബെന്യാമീൻ ഗോത്രത്തിന്റെ തലമുറയ്ക്ക് കാരണമറ്റുള്ള സ്ത്രീകളായി വന്നവർ. ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബെന്യാമീൻ ഗോത്രവും യാബേസ് നിവാസികളുമായിട്ടൊരു പ്രത്യേക ഒരു ബന്ധമുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം നമുക്കിവിടെ ദൈവം അത് വെളിപ്പെടുത്തുകയാണ്. 2 കൂട്ടരെയും ദൈവം എന്ത് ചെയ്യാണ് ഇവിടെ വെളിപ്പെടുത്തി അവർ താഴ്ന്നു എന്ന് കാണിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇവർക്ക് ദൈവത്തിന്റെ കൽപ്പനയെ മറുതലിച്ചു പോയ ഇവരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് പറയുന്നു, ഞങ്ങൾക്ക് ആലോചിക്കാൻ ചിലരുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇടതരയണം എന്ന് അവർ അപേക്ഷിച്ചു. അപ്പൊ ഇവർക്ക് മനസ്സിലായി, പഠിപ്പിച്ചു. ദൈവം പഠിപ്പിച്ചാൽ പിന്നീട് മനസ്സിലാകും. ഒരിക്കൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതനുസരിച്ച് പ്രവർത്തിപ്പോയി. യാബേസ് നിവാസികളുടെ അഹങ്കാരത്തെ ദൈവം മാറ്റി അവരെ ദൈവസന്നിധിയിൽ ചെല്ലാതിരുന്ന അവരുടെ രീതിയെ നന്നായി പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മാറ്റം വന്നു. ഇപ്പോൾ ഇവർ പറയുക, ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ ഞങ്ങളെ സഹായിപ്പാൻ ഇസ്രായേലിന്റെ എല്ലാ ദേശത്തും ഞങ്ങൾ ദൂതന്മാരെ അയക്കുന്നവരെയും സമയം നൽകണമേ എന്ന് പറഞ്ഞു. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ
ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. ദൂതന്മാർ ശൗലിന്റെ ഗിബയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് നേരെ ചെന്നത് ശൗലിന്റെ ഗിബയിലാണ്. കാരണം ശൗൽ രാജാവായി എന്നുള്ളത്, ഗിബയിൽ അവൻ എത്തി എന്നുള്ളതും അവർക്ക് അറിഞ്ഞതുകൊണ്ട്, ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടായി ഉള്ളത് കൊണ്ട് ഈ യാബേശ് നിവാസികൾ കടന്നു ചെന്നത് ഗിബയിലാണ് കടന്നു ചെന്നത്. ഗിബയിൽ ചെന്ന് വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. ഇവര് കേട്ടത് വലിയൊരു നിന്ദയാണ്. ഇസ്രായേലിന് മേൽ വലിയൊരു നിന്ദ പറയും. യാബേശ് നിവാസികൾ എന്ന് പറഞ്ഞത് ഇങ്ങനെ അമ്മോന്യനായിരിക്കുന്ന ആകാശം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പാളയം ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ കണ്ണ് ചൂഴ്ന്നു കളയണം, അത് മാത്രമല്ല, ഞങ്ങളുടെ മാത്രമല്ല ഇസ്രായേൽ ഗോത്രങ്ങളുടെ മുഴുവൻ കണ്ണുകളും ചൂഴ്ന്നു കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം എടുക്കണം 7 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ അവൻ പരാജയപ്പെടുത്താൻ യുദ്ധം ചെയ്യും എന്നുള്ള ആ സന്ദേശം വലിയ നിന്ന വന്ന് വീണിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അവിടെ ശൗലിന്റെ ഗിബയിൽ ഇവൻ വന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിന്ന് വരുന്നു. ജനം കരയുന്ന സംഗതി എന്തായെന്ന് ശൗൽ ചോദിച്ചു. ജനത്തിന്റെ രാജാവായിരിക്കുന്ന ശൗൽ ചോദിച്ചു, എന്താ കാര്യം, കരയുന്ന കാര്യം എന്താന്ന് ചോദിച്ചു. അധികാരമുള്ളവനാ. അവൻ ചോദിച്ചു, ജനത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കരയുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ യാബേശ്വരുടെ വർത്തമാനം അവനെ അറിയിച്ചു. ഒരു വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജനിച്ചു. നിന്ദിക്കപ്പെടുന്ന കരയുന്ന ജനത്തിന്റെ വിടുതലിനു വേണ്ടി ദൈവം പ്രവർത്തിക്കും. എന്തുമായിക്കൊള്ളട്ടെ, നാം ദൈവമക്കളാണ്. ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ കുറവ് കൊണ്ടാകട്ടെ, നാം നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ നിശ്ചയമായും കരഞ്ഞാൽ ദൈവം അതിന്മേൽ വിടുതൽ കൽപ്പിക്കുവാൻ വഴി തുറക്കുന്നവനാണ്. ഇവര് ശരിയായ രീതിയിൽ തകർന്ന് ദൈവത്തിൽ കരയുക, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവജനം നിന്ദിക്കപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ അടുത്തേക്കാണ് നാം എത്തിച്ചേരുന്നെങ്കിൽ, ദൈവഹിതപ്രകാരത്തിന് വേണ്ടിയാണ് നാം നിൽക്കുന്നതെങ്കിൽ, നിന്നയെ അകറ്റിക്കളയും. നാം ഭയപ്പെടുന്ന നിന്ന് വരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവന്റെ മേൽ ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവൻ ചെയ്തത്, അവൻ കൊണ്ടുവന്ന കാളകളെ പിടിച്ച് അവൻ ഒരേ കാളയെ പിടിച്ച് കഷ്ണമായി ഖണ്ഡിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്തിലാണ് കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശമൂവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്ന അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യും എന്ന് പറയിച്ചു. അപ്പോൾ ഇവരുടെ ഭീതി ജനത്തിന്മേൽ വീണു. അത് അനുഭവം ന്യായാധിപന്മാരുടെ സമയത്തുള്ളത് കൊണ്ട് അതേ സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഈ ശൗല് ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോൾ ജനത്തിന്മേൽ യഹോവയുടെ ഭീതി വീണു. അവര് ഏക മനസ്സോടെ പുറപ്പെട്ടു. അവർ ബേസിക്കിൽ വെച്ച് അവരെ എണ്ണി. ഇസ്രായേലിൽ 3 ലക്ഷവും യഹൂദർ 30,000 ഉണ്ടായിരുന്നു. വന്ന ദൂതന്മാരോട് അവർ, നിങ്ങൾ ഗിലെയാദിലെ യാബേശ്വരോട് നാളെ വെയിൽ മുക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമെന്ന് പറയുവീനെന്ന് പറഞ്ഞു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആ ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കുമ്പോൾ, അല്ലെ എങ്ങനെ രക്ഷയുണ്ടാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ സഹിക്കേണ്ടി വരുമോ? ഞങ്ങളുടെ കണ്ണുകൾ ചുഴന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എല്ലാവരുടെയും കണ്ണ് ചുഴന്നെടുക്കുന്നതിന്റെ അർത്ഥം അവൻ അത്രമാത്രം ഇവിടെ നശിപ്പിച്ചു കളഞ്ഞ കഴിവില്ലാത്തവരാണ്. നിന്ദിച്ചിടത്ത് എങ്ങനെയായിത്തീരുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ എന്ന് അവിടെ തൊട്ട് അവരെ അയച്ച ദൂതന്മാരോട് ചെന്ന് പറഞ്ഞു, നാളെ വെയിൽ മൂക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും എന്ന് പറയുവീനെന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് യാബേശ്വരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. അപ്പോൾ നിന്ദിക്കപ്പെടുമെന്നുള്ള വിലാപത്തോടായിരുന്ന ആ യാബേശ് നിവാസികൾക്ക് സന്തോഷമുണ്ടായത് നല്ലൊരു വർത്തമാനം വന്നപ്പോഴാണ്.
ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ കാണുന്നുണ്ട്. നിന്ന് സഹിച്ച അയ്യോ അങ്ങനെയാ തീരുമോ, ഞാൻ ഇന്ന അവസ്ഥയിലായിത്തീരുമോ, രോഗിയായിത്തീരുമോ, ജോലിയില്ലാത്തനായിത്തീരുമോ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നടക്കാതിരിക്കുമോ, അങ്ങനെ ഞാൻ മറ്റുള്ള മുമ്പിൽ നിന്ദിക്കപ്പെടുമോ എന്നൊക്കെ ഭയപ്പെടുമ്പോ ദൈവം തക്ക സമയത്ത് തക്ക സ്ഥലത്ത് നിന്ന് ദൂതന്മാരെ സന്തോഷത്തിന്റെ വാർത്തയുമായിട്ട് അയക്കും. അത് നമ്മുടെ ദുഃഖത്തെ ദൈവം വിലാപത്തെ മാറ്റി സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാളെ വെയിൽ മൂക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. അതിന്റെ അർത്ഥം രാവിലെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഉച്ചയാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, വിടുതൽ കിട്ടുമെന്നാണ്. വർത്തമാനം കിട്ടിയപ്പോൾ, സന്തോഷ വർത്തമാനം കിട്ടിയപ്പോൾ നാളെ എന്നുള്ള എപ്പോഴെങ്കിലും രക്ഷകിട്ടുന്നല്ല പറഞ്ഞു, സമയം കൂടി പറഞ്ഞു. അതേ സമയമൊന്നും വേണ്ട. അമൂല്യരായിരിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന കണ്ണ് ചുഴന്നെടുക്കാൻ വന്നിരിക്കുന്ന നാഗാഷിന്റെ ആ അഹങ്കാരത്തെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു രാജാവായി ശൗൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഇസ്രായേൽ ഒന്നിച്ച് ഐക്യമെത്തിപ്പെട്ട് ഏക മനസ്സോടുകൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, നാളെ വെയിൽ മൂക്കുന്നതിന് മുമ്പായി അതേ രക്ഷയുണ്ടാകും എന്ന് അറിയിക്കാൻ പറഞ്ഞു. ദൈവാത്മാവിലാണ് ശൗലപ്രകാരം കൊടുത്തത്. അപ്പോൾ ശമൂവേൽ കൂടെ ഉണ്ടായിരുന്നു. ദൂതന്മാർ ചെന്ന് യാബേശ്വരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, തകർന്നിരിക്കുന്ന, നിന്ദിക്കപ്പെടുന്ന, പ്രശ്നങ്ങളാൽ ബാധിതമായിരിക്കുന്ന അവസ്ഥകളിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദേശം, വിടുതലിന്റെ സന്ദേശം, സമയം വെച്ചുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി, അത് നമ്മെ സന്തോഷിപ്പിക്കും. അവർക്ക് മനസ്സിലായി അധികം സമയം വേണ്ട, ഇനി രക്ഷയുണ്ടാകുവാൻ. പാളയമടിച്ചു കിടക്കുന്ന, അതെ, ഗലിയാത്തിലെ യാബേശിനെ നശിപ്പിക്കാൻ വേണ്ടി പാളയമടിച്ചു കിടക്കുന്ന അമ്മോന്യർ വിചാരിച്ചത് ഇവരെ നശിപ്പിച്ചു കളയാൻ, ഇവരെ രക്ഷിക്കാൻ ആരും ഉണ്ടാകുകയില്ല എന്നാ വിചാരിച്ചതെങ്കിൽ രക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവസായജനം ഒന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ജയത്തിന്റെ വഴി ദൈവം തുറക്കുവാനിടയായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി നാം നിന്ദിക്കപ്പെടുമോ, പരാജയപ്പെടുമോ, തകർന്നു പോകുമോ എന്ന് വേദനയോടുകൂടി ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ സന്ദേശം ഇന്ന് രാത്രി ദൈവാത്മ പറയുക, നാളെ വെയിൽ മുക്കുന്നതിന് മുമ്പ് രക്ഷയുണ്ടാകുമെന്ന് ദൈവം കൽപ്പിച്ചാൽ അത് സംഭവിച്ചിരിക്കും. അതെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ തകരുന്ന, താഴ്ന്ന, ദൈവത്തിൽ വിനയത്തോടെ കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് എതിരെ മറ്റുള്ളവർ ഇങ്ങനെ പാളയമടിച്ച് കിടപ്പില്ലായിരിക്കും. പക്ഷെ നമുക്കുള്ള പോരാട്ടം എന്നുള്ളത് നമുക്കറിയാം. അന്ധകാരത്തിന്റെ പൈശാചിക ശക്തികൾ, അത് ലോകത്തിന്റെ പ്രബലന്മാരായിരിക്കുന്ന രാജാക്കന്മാരെക്കാൾ ശക്തിയുള്ളവരാണ് ഈ അന്ധകാരത്തിന്റെ പൈശാചിക കോട്ടകൾ. നമ്മൾ നോക്കുമ്പോൾ അന്ന് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന അത് ജഡീകമായിട്ടുള്ള യുദ്ധവും ജഡീകമായിട്ടുള്ള യുദ്ധമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ എത്ര ഭയങ്കരമാണെന്നറിയാമോ പൈശാചിക സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇരുളിന്റെ ശക്തിയുടെ പോരാട്ടം. ഈ പോരാട്ടത്തിൽ നാം ഇന്നുവരെ നിന്ദിക്കപ്പെടാതിരിക്കുന്നതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നത് സർവശക്തനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശക്തി കൊണ്ടാണ്. അത് ഇന്ന് രാത്രിയിൽ അവന്റെ ശക്തി നമ്മുടെ മേലുള്ളത് കൊണ്ട്, നമ്മുടെ തലമുറ മേലുള്ളത് കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളുടെ മേലുള്ളത് കൊണ്ട്, നമ്മുടെ സഭകളുടെ മേലുള്ളത് കൊണ്ട്, അതെ, ദൈവമക്കളുടെ മേലുള്ളത് കൊണ്ടാണ് നാം നിന്ദിക്കപ്പെടാതിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം തകർത്ത് കളയുമെന്ന് വാദിച്ചപ്പോൾ അതിന് ഇട്ടുകൊടുക്കാതെ, നമ്മെ അയൽക്കാട് നിന്ന് കേൾപ്പിച്ചു കൊടുക്കാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്കായി ശക്തന്മാരായിരിക്കുന്ന ദൈവദൂതന്മാരുടെ കാവലിനായി രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. അതെ, അവിടെ ഈ യാബേശ് നിവാസികളെ തിന്നുകളയുവാൻ, ഇല്ലാതാക്കാൻ വേണ്ടി അമോന്യ ശക്തിയാണ് അവിടെ കിടന്നതെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ അവിടെ ശൗലിനെ ദൈവം ഉപയോഗിച്ചപ്പോൾ, അവന്റെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ശക്തിയോടെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, നാളെ വെയിൽ മൂക്കുന്നതിന് മുമ്പ്, അതെ, സൂര്യൻ ഉദിച്ച് ഉച്ചയാകുന്നതിന് മുമ്പായി തന്റെ രക്ഷ ഉണ്ടാകുമെന്ന്
ദൂതറിയിച്ചോളാൻ പറഞ്ഞെങ്കിൽ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പറയാൻ കഴിയും, അതെ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ദൈവമുള്ളത് കൊണ്ട് ദൈവം ഞങ്ങളെ ഒരു നാളും നിന്ന് കേൾപ്പിക്കുകയില്ല എന്ന് ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയണം. ഒരു നാളും ദൈവം നിന്ന് കേൾപ്പിക്കുകയില്ല. ഇതിനാലെല്ലാം നിന്ദിക്കപ്പെടുമെന്ന് ഭയമുണ്ടോ, പേടിയുണ്ടോ? അതെ, ഞാൻ ഇന്ന വിഷയത്തിന്മേൽ ദൈവം ഞാൻ നിന്ദിക്കപ്പെട്ടു പോകുമോ, മറ്റൊരു മുമ്പിൽ ഞാൻ അപമാന വിഷയമായി തീരുമോ എന്ന് ഭാരപ്പെടുന്നെങ്കിൽ രാത്രി ദൈവശബ്ദം കേൾക്കുക. നാളെ വെയിൽ മുക്കുന്നതിന് മുമ്പായി അന്ന് ദൈവം അവിടെ പ്രവർത്തിച്ചെങ്കിൽ ഇന്നും സർവശക്തനായ ദൈവത്തിന് ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയും. നിന്നെ അകറ്റിക്കളയുവാൻ കഴിവുള്ള ദൈവപുത്രന്റെ ശക്തിയുള്ള ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. അതേത് വിഷയമാണെങ്കിലും നമ്മൾ ഭയപ്പെടുന്നത് ഭവിക്കാതെ ആ നിന്നയെ മാറ്റിക്കളയുന്ന ദൈവത്തിന്റെ ശക്തിക്കായി ഇന്ന് രാത്രിയിൽ നാം ആത്മാവിൽ സ്തോത്രം ചെയ്യണം. അവര് സന്തോഷിച്ചു. ഇനിയിപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ വിടുവിക്കാൻ ഒരാളുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സന്തോഷിക്കാം. അന്ന് യാബേശ് നിവാസികൾ സന്തോഷിച്ചത് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട് വേർതിരിച്ച ശൗലിന്റെ ഉറപ്പ് മുഖാന്തരമാണ് ഇരുന്നെങ്കിൽ, ശമൂവേലിന്റെ പിന്തുണയോടുകൂടെ ശൗൽ പറഞ്ഞതുകൊണ്ടാണെങ്കിൽ അവർ സന്തോഷിച്ചെങ്കിൽ, ദൈവമക്കളെ നാം സന്തോഷിക്കുന്നത് ഇവിടുത്തെ ഒരു രാജാവിന്റെ ശബ്ദം കേട്ടുകൊണ്ടല്ല, ഇവിടുത്തെ ആരുടെയെങ്കിലും ഒരു വാക്ക് കേട്ടുകൊണ്ടല്ല. അതേ, നാം സന്തോഷിക്കുന്നത് നമുക്ക് വേണ്ടി രാജാവായിരിക്കുന്ന യേശു കർത്താവ് യുദ്ധം ചെയ്യും. യുദ്ധവീരനാണ്. അവൻ നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ സന്തോഷത്തിലാണ് നാം എപ്പോഴും സന്തോഷിക്കുക. സന്ദേശം കേൾക്കുമ്പോൾ നാം ആത്മാവിൽ സന്തോഷിക്കുന്നത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം യുദ്ധവീരനായി നമ്മെ നിന്ദിക്കുവാൻ വേണ്ടി പടിയിറങ്ങിയിരിക്കുന്ന പൈശാചിക പോരുകളുണ്ട്, പാരമ്പര്യത്തിലെ ശക്തികളുണ്ട്. അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇന്ന് രാത്രി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതസഞ്ചയങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. അതെ, അവൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്ദിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നവർ സന്തോഷത്തോടെ വേണം ഈ രാത്രി പ്രാർത്ഥന എഴുന്നേറ്റ് പോകുവാൻ. ദൈവവചനത്തിന്റെ ആധികാരികതയിൽ ഞാൻ പറയട്ടെ, 7 ദിവസത്തിനുള്ളിൽ അവർ സന്തോഷത്തിന്റെ വാക്ക് കിട്ടും. അത് 7 ദിവസത്തിനുള്ളിൽ, 7 ദിവസം അവരെ പീഡിപ്പിച്ച അവരോട് ആ വചനം കേട്ട അന്ന് മുതൽ 7 ദിവസം അവർ അവധി ചോദിച്ചെങ്കിൽ ആ 7 ദിവസത്തിനുള്ളിൽ സന്തോഷത്തിന്റെ വാർത്ത കേട്ടതുപോലെ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, കുറിച്ചിട്ടുകൊള്ളുക, 7 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾ ഭയപ്പെടുന്ന നിന്നയെ ദൈവം അകറ്റി മാറ്റി ആ വിഷയങ്ങളെ മേൽ ദൈവത്തിന്റെ സന്തോഷത്തിന്റെ വർത്തമാനം കേൾക്കുവാൻ ദിവസത്തിനുള്ളിൽ നാളെ വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമെന്ന് അവിടെ സന്തോഷ വാർത്ത കേട്ടെങ്കിൽ ഭാരത്തോടും പ്രയാസത്തോടും നിന്നയോടും ഞങ്ങൾ വല്ലാതെ ആയിത്തീർന്നല്ലോ എന്നുള്ള ദുഃഖത്തോടെ ആയിരുന്നെങ്കിൽ ദൈവം നിന്നയെ മാറ്റി സന്തോഷം പകരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നത് ഇവിടുന്ന് 2024 നിന്ദിക്കപ്പെടുമോ, നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നുവോ? ഞാനും വല്ലാതെ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന വിഷയങ്ങളുണ്ടോ? ആ വിഷയങ്ങളുടെ മേൽ ദൈവം അവധി വെച്ച് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഈ വചനത്തിന്റെ ദൂതിന്റെ ആധികാരികതയിൽ ഞാൻ രാത്രിയിൽ ദൂതായി ദൈവാത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. വിശ്വസിക്കുന്നതിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം രാത്രി വ്യാപരിക്കുന്നുണ്ട്.
എല്ലാവരും വിശ്വസിച്ച് ദൈവത്തോട് പറഞ്ഞിട്ട്, കർത്താവേ, ഞാൻ ഭയപ്പെടുന്ന നിന്നയുണ്ട്, ഞാൻ ഭയപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്, അതിന്മേൽ ദൈവമേ ഞാൻ സന്തോഷിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങണമേ. നീ അതിന്മേൽ നിനക്ക് പ്രവർത്തിപ്പാൻ കഴിയും, നീക്ക് സാധ്യമാക്കുന്നില്ല. ശക്തിയെ അതിനെ കീഴ്പ്പെടുത്തി അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്ത ക്രിസ്തുവാകുന്ന അഭിഷേകത്തെ മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലുണ്ട്. ഞങ്ങൾ ഒരു നാളും ചിന്തിക്കപ്പെടുവാൻ ഞങ്ങളുടെ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങൾ പിന്നെ നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും, നിങ്ങൾക്ക് ബോധിച്ചതൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുവെന്ന് പറഞ്ഞ് ഈ വർത്തമാനം കിട്ടിയപ്പോൾ ഇവര് ഈ അഹങ്കരിച്ച് നിൽക്കുന്ന, നിൽക്കുന്ന അമോന്യ രാജാവിന്റെ അടുക്കൽ ആളയച്ച് പറഞ്ഞു, നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും, നിങ്ങൾക്ക് ബോധിച്ചതൊക്കെ ഞങ്ങളോട് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞു. തക്ക ഉത്തരമാണ് അവർ പറഞ്ഞു കൊടുത്തത്. എനിക്ക് മറുപടി കിട്ടി, ഞങ്ങൾക്ക് ഭയമില്ല, നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. അതുവരെ ഇറങ്ങിച്ചെല്ലാൻ ഭയമായിരുന്നു, പേടിയായിരുന്നു. എങ്ങനെ അതിനെ അതിനോട് എങ്ങനെ അതിനെ തരണം ചെയ്യുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു, ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ചില വിഷയങ്ങളിന്മേൽ, ഭയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിന്മേൽ, അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന വിഷയത്തിന്മേൽ, അത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തി നിന്നെ കളത്തിലേക്ക് ഇറക്കുന്ന ഒരു രാത്രിയാണ്. അത് നമ്മെ ഒരുക്കിയെടുക്കുന്ന ഒരു രാത്രിയാക്കി മാറ്റുകയാണ്. ആൾക്കാർ പറഞ്ഞു അവർ ഭയപ്പെട്ടില്ല, അവർക്ക് സന്തോഷമുണ്ടായി. അവർ അമ്മോന്യ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ പറഞ്ഞയച്ചു, ഞങ്ങൾ നാളെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. എന്താ യാബേസ് നിവാസികളെ, നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ടായത്? കഴിഞ്ഞ ദിവസങ്ങളിൽ സേവ ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ, അടിമയാകാമെന്ന് പറഞ്ഞതല്ലേ, നമ്മൾ യുദ്ധം ചെയ്യുന്ന പറഞ്ഞതല്ലേ, കാല് പിടിച്ചതല്ലേ. പക്ഷേ ദൈവത്തോടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ, ദൈവഭീതി വന്നു കഴിഞ്ഞപ്പോൾ, ദൈവം രക്ഷയുടെ മാർഗം ഒരുക്കി കഴിഞ്ഞപ്പോൾ അവർ ധൈര്യത്തോടെ പറയുക, ഞങ്ങൾ നാളെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. ഇന്നലെ ഭയപ്പെട്ടൊളിച്ച വിഷയങ്ങളുമേൽ, നിന്ദിക്കപ്പെടുന്ന ഭാരപ്പെട്ട വിഷയങ്ങളുമേൽ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തി അതിനെ പരിഹരിക്കാൻ വേണ്ടി ഇറക്കി നിർത്തുവാൻ ശക്തനായവന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ ദൂതറിയിക്കുക. ബോധിച്ചതുപോക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുവീ എന്ന് പറഞ്ഞ് പിറ്റന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന് നടുവിലേക്ക് ചെന്നു. ഈ നാളെ ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പായി യുദ്ധതന്ത്രങ്ങളെ മെനഞ്ഞെടുക്കാനുള്ള കൃപ ദൈവം ശൗലിന് കൊടുത്തു. ഈ രാത്രി ഒരു യുദ്ധതന്ത്രത്തിന്റെ രാത്രിയാക്കി മാറ്റാൻ, പ്രഭാതയാമത്തിന് മുമ്പ് വിഭാഗിച്ചു നിൽക്കേണ്ടത് വിഭാഗിച്ചു നിർത്തുവാൻ, അത് ഈ രാത്രിയിലെ പ്രാർത്ഥന ഇടയാക്കുവാൻ വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അതെ, പിറ്റന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ച് അവർ പ്രഭാതയാമത്തിൽ ആ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്ന് വെയിൽ മൂക്കം വരെ അമ്മോന്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. ദൈവത്തിന്റെ ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ദൈവരാലോചന പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ യാബേസ് നിവാസികൾ അഹങ്കരിച്ചവരായിരുന്നു, അതുപോലെ ബെന്യാമീൻ ഗോത്രക്കാരും അഹങ്കരിച്ചവരായിരുന്നു. എന്നാൽ ബെന്യാമീൻ ഗോത്രക്കാരായിരിക്കുന്ന അവർക്കൊരു ഭയം വീണു. അവരുടെ അഹങ്കാരത്തെ കുറിച്ച് ഇവിടെ നമുക്ക് കാണാൻ രാജമാരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി എടുത്ത് ചിന്തിച്ചെങ്കിൽ മാത്രമേ ആ വിഷയത്തിന്റെ ഗൗരവത മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഈ 20-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഗിബെയയിലെ ആ നീചന്മാരെ ഞങ്ങൾക്കൊന്ന് ഇസ്രായേലിന് ദോഷം നീക്കിക്കളയണേന് അവരെ ഏൽപ്പിച്ചരിവീനെന്ന് പറയിച്ചു. ബെന്യാമീനരോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടങ്ങളിൽ നിന്ന് ഗിബെയയിൽ വന്നുകൂടി. അപ്പൊ ഗിബെയയിൽ അവരെല്ലാം വന്നുകൂടിയത് വിളിച്ചേ പറഞ്ഞുള്ളൂ.
ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഡേവിഡ് ആയിരിക്കുന്ന ഒരുവൻ തന്റെ വെപ്പാട്ടിയുമായി പോകുമ്പോൾ ഗിബയിൽ ചെന്നപ്പോൾ അവിടെ അന്ന് രാത്രിയിൽ സംഭവിച്ച വഷളത്വത്തിന്റെ കാരണമായി ആ ലേവ്യൻ എന്ത് ചെയ്തു? ആ സ്ത്രീയെ 12 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ഇസ്രായേൽ ഗോത്രങ്ങൾ 12 സ്ഥലങ്ങളിൽ അയച്ചു. അപ്പൊ അത് എല്ലാ ഇസ്രായേലും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു ഇസ്രായേൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, കാരണം എന്താ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യം മനസ്സിലായപ്പോൾ ഇത് സംഭവിച്ച ഗിബയിലാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവര് ഇസ്രായേൽ ജനഗോത്രങ്ങൾ ബെന്യാമിനോട് ഗോത്രത്തിന് ആളയച്ചു പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു ദോഷം നടന്നത് എന്ത്? ഗിബയിലെ നീചന്മാരെ ഞങ്ങൾക്ക് കൊന്ന് ഇസ്രായേൽ എന്ന ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവീനെന്ന് പറയിച്ചു. ബെന്യാമിനോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടിട്ട് മനസ്സിലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടുത്തക്കൊണ്ടും തങ്ങളുടെ പട്ടണങ്ങൾ ഗിബയിൽ വന്നുപോയി. ഇപ്പൊ ഗിബയിൽ ഉണ്ടായ ആ വിഷയം ആരാണെന്ന് കണ്ടുപിടിച്ച് ആ വഷളത്വം പ്രവർത്തിച്ചതിന് ഇസ്രായേൽ എന്ന് കൊന്നുകളയണം എന്നുള്ള പ്രമാണമാണ്, ദൈവത്തിന് പ്രമാണമാണ്. അപ്പൊ ആ പ്രമാണത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സമയം കൊടുത്തു. പക്ഷെ ഇവർ അഹങ്കാരികളായിട്ട് പറഞ്ഞു, ഇവര് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി. ബെന്യാമീൻ ഗോത്രം യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി. അവർ അവർക്കൊരു കഴിവുണ്ടായിരുന്നു. ഗിബെയോൻ നിവാസികളിൽ നിന്ന് എണ്ണിത്തിരിച്ച 700 വീരന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീനർ 26,000 ആയുധപാണികൾ ഇങ്ങനെ ഉണ്ടെന്ന് എണ്ണം കണ്ടു. ഈ ജനത്തിനെല്ലാം ഇടങ്കയ്യന്മാരായ 700 വിരുദ്ധന്മാർ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു രോമത്തിന് പോലും ഏറുപിഴയ്ക്കാത്ത കവണിക്കാരായിരുന്നു. അപ്പൊ ബെന്യാമിന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞങ്ങളെ ആര് തോൽപ്പിക്കാൻ, ഞങ്ങളെ ആര് പരാജയപ്പെടുത്താൻ എന്നുള്ള ചിന്താഗതി ബെന്യാമിന് ഉണ്ടായിരുന്നു. അവർ നോക്കിയപ്പോൾ യഹൂദിയും മറ്റുള്ള ഗോത്രങ്ങൾ ശിമിയോനെയും രൂബേനെയും ഒക്കെ നോക്കിയപ്പോൾ ഇവർ മനസ്സിലാക്കിയത്, ഞങ്ങളുടെ ഇടയിൽ ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത കവണിക്കാർ ഉണ്ടായിരുന്ന ഈ ബെന്യാമിൻ ഗോത്രം അംഗീകരിക്കുന്നതിനകത്ത് വലിയ അതിശോക്തിയൊന്നുമില്ല. വിചാരിച്ചു ഒരൊറ്റ കവണിക്കാണം മതി എത്രയെണ്ണത്തിന് എതിരാൻ പറ്റും, കാരണം ഒരു രോമത്തിന് പോലും പിഴയ്ക്കാത്തവരാണ്. അത്രമാത്രം ഉന്നം വെച്ച് കവണി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള ഒരു കൂട്ടമായിരുന്നു ബെന്യാമിൻ ഗോത്രം. അതുകൊണ്ട് അവർ വിചാരിച്ചു ചെയ്യാമെന്ന്. അപ്പൊ ഇവർ ദൈവം കണ്ടു, എന്റെ അഹങ്കാരം അങ്ങോട്ട് മൂത്തോട്ടെന്ന് കണ്ടുകൊണ്ടാണ് 2 പ്രാവശ്യം ചെന്നപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ ആൾക്കാരും പരാജയപ്പെട്ടു. 2 പ്രാവശ്യം വന്നപ്പോൾ 3ാമത്തെ പ്രാവശ്യം വിചാരിച്ചു ഇവരെ പരാജയപ്പെടുത്താന്ന്. പക്ഷേ ആപത്ത് വന്ന് അവർ അറിഞ്ഞിരുന്നില്ല. 34 വാക്യം, തെരഞ്ഞെടുത്തുനിന്ന് 10,000 പേർ ഗിബെയയുടെ നേരെ ചെന്നു. പഴ കഠിനമായി മുറുകി, എങ്കിലും ആപത്തടുത്തിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. അഹങ്കാരം ആപത്തടിപ്പിക്കും. ദൈവമേ, നാം ദൈവത്തിൽ താഴണം. ആപത്തടുത്തിരിക്കുന്നു എന്നതിന്റെ കാരണം അഹങ്കാരമാണ്. ഇത് നോക്കിയപ്പോൾ ഞാൻ മുഴുവൻ വായിച്ചു പോകാൻ സമയമില്ലാത്തതുകൊണ്ടാ. ബെന്യാമീൻ അഹങ്കരിക്കുക. ആദ്യം യുദ്ധം ചെയ്തപ്പോൾ യഹൂദ മുമ്പിൽ പോയപ്പോൾ 22,000 പേര് കൊന്നുകളഞ്ഞു. രണ്ടാമത് ഇസ്രായേൽ മക്കൾ ദൈവസേനയിൽ വീണ് ചെന്ന് പോകുമ്പോൾ അവർ 18,000 പേരെ കൊന്നുകളഞ്ഞു. 3ാം ദിവസവും ചെന്നതിന്റെ 30 പേരെ കൊന്നു. ഇവർ വിചാരിച്ച് പ്രാവശ്യവും ഇവരെ തോൽപ്പിക്കാമെന്ന. പക്ഷേ ആപത്തടുത്തത് അവർക്കറിയത്തില്ലായിരുന്നു. ആപത്തടുത്തിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. അഹങ്കാരം മൂക്കുമ്പോൾ ആപത്ത് വരുന്നത് അറിയത്തില്ല. ഒരുപക്ഷെ ചെയ്യുന്നെല്ലാം നന്നായി പോകുന്നവട്ട് വിചാരിക്കും. ഇപ്പൊ ഇവര് വിചാരിച്ചപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതെ, ഈ ഇസ്രായേൽ എല്ലാം ഒത്തുകൂടി വന്നിട്ടും ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുന്നപ്പോൾ വിചാരിച്ചു, ദൈവം പറഞ്ഞൊന്നും ഞങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവുണ്ട് എന്ന് വിചാരിച്ചപ്പോൾ ആപത്തടുത്തിരിക്കുന്നുവെന്ന് ബെന്യാമീൻ ഗോത്രത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് സന്ദേശം അറിയിക്കുക. ദൈവത്തിന് നന്മ അനുഭവിച്ചിട്ട് അഹങ്കരിച്ചു പോയാൽ ആപത്തടുത്തിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ നമുക്ക് വിനയപ്പെടാം, താഴാം. ദൈവമേ, നീയല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് നാം പറയണം. ഞാനെന്ന് ഒരാൾ സംസാരിച്ചപ്പോ എന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം വിശ്വാസിയല്ല, പക്ഷേ
എന്നോടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു സീല് വെക്കുമ്പോൾ സ്തോത്രം പറയുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവഭയമുള്ള അനേകര് ലോകത്തിലുണ്ട്. കഥവ് തുറക്കുമ്പോൾ, ഓഫീസ് തുറക്കുമ്പോൾ സ്തോത്രം പറഞ്ഞാൽ തുറക്കുന്നവർ വിശ്വാസിയല്ലോ കേട്ടോ. നമ്മൾ എത്ര പേർ നന്ദി കരയിക്കാറുണ്ട്? രാത്രി ചിന്തിക്കുന്ന നല്ലതാണ്. എല്ലാറ്റിനും നമ്മൾ സ്തോത്രം ചെയ്യാറുണ്ടോ? നന്ദി കരയിക്കാറുണ്ടോ? ഞാൻ തന്നെ അവിടെ ചിന്തിച്ചു, ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നില്ല, ഞാൻ അങ്ങേക്ക് വേണ്ടതായ നന്ദി കരയിക്കുന്നില്ല. വേണമെന്നുള്ള അത്യാഗ്രഹമല്ലാതെ അങ്ങേക്ക് സ്തോത്രം കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. രാത്രിത്തെ സമർപ്പിക്കാൻ കഴിയും. നാം പലപ്പോഴും വേണമെന്നുള്ള അത്യാഗ്രഹികളായി തീരുന്നല്ലാതെ ദൈവത്തിന് കൊടുക്കേണ്ട തക്ക മഹത്വം രാത്രിയിൽ പകരുന്ന ഒരു ദിവസമാക്കി മാറ്റണം. വിനയപ്പെടുന്ന രാത്രിയാക്കി മാറ്റണം. ലഭിച്ചതിന് നന്ദി പറയുന്ന ഒരു രാത്രിയാക്കി മാറ്റണം. അതോ ബെന്യാമിനെ പോത്രയെ പോലെ അലങ്കരിക്കുന്ന ഒരു ഗോത്രമായി മാറിക്കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ആപത്തടുത്തിരിക്കുന്നു. തിരിച്ചറിയാൻ കഴിയാതെ പോയി. കാരണം കുറച്ച് ചെയ്യുന്നൊക്കെ ജയിക്കുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പാപം ചെയ്തിട്ടും കുഴപ്പമില്ലല്ലോ, പിന്നെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ദൈവമക്കളെക്കാൾ ശക്തി ഉണ്ടല്ലോ. പാപം ചെയ്തത് കൊണ്ട് പരാജയം വന്നില്ലെന്ന് കണ്ടുകൊണ്ട് പാപം ചെയ്യരുത്. അത് വലിയൊരു ആപത്തിലേക്കാണ് നീങ്ങുന്നത്. ദൈവസഭ അറിഞ്ഞിരിക്കണം ഈ മർമ്മം. ദിവസങ്ങളിൽ ദൈവദൂതായി അനേകർ ശ്രദ്ധിക്കണമത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പരാജയപ്പെടുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ദൂതായിരിക്കത്തില്ലായിരിക്കാം. പക്ഷെ എനിക്കത് ആത്മാവിൽ പറയാതിരിക്കാൻ കഴിയത്തില്ല. ആപത്തെടുത്തിരിക്കുന്നെന്ന് അവരറിഞ്ഞില്ല. അതിന്റെ 41 വാക്യം, അതായത് നമ്മുടെ 20-ാമത്തെ 41 വാക്യം. ഇസ്രായേല്യർ തിരിഞ്ഞപ്പോൾ ബെന്യാമീന്യർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ടു. അപ്പോൾ ആപത്ത് അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലായി. പതിയിരിപ്പുകാരിപ്പുണ്ടായിരുന്നു, സഹജനമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ മുഴുവൻ നശിപ്പിക്കത്തക്കവണ്ണമുള്ള അഹങ്കാരത്തെ തകർത്ത് കളയുന്നവരുടെ ഞങ്ങൾക്ക് ആകാമെന്നുള്ള ആ അഹങ്കാരത്തെ ഇല്ലാതാക്കി കളയുവാൻ വേണ്ടി ദൈവം അവിടെ പ്രവർത്തിച്ചപ്പോൾ ബെന്യാമിൻ ഗോത്രം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഈ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ്, അറിയാവുന്നത് കൊണ്ടാണ് ശൗലിനെ രാജാവാകാൻ വേണ്ടി അഭിഷേകത്തിന് വേണ്ടി ഒരുക്കിയപ്പോൾ ശൗൽ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. അതിന്റെ 1 ശമൂവേൽ 9-ാം അധ്യായം അതിന്റെ 21 വാക്യം. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എന്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ എങ്ങനെ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. ചരിത്രമറിയാം. വലിയൊരു ഗോത്രമായിരുന്നു, ചെറുതായി പോയി. അതിൽ മനസ്സിലായി അത് ഒരു അഹങ്കാരമായിരുന്നു. ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോ, ആപത്ത് പിടിപെട്ട് കഴിഞ്ഞപ്പോ വലിമയെല്ലാം നഷ്ടപ്പെട്ട് 600 പേരിൽ ഒതുങ്ങുന്ന ഒരു സമൂഹമായി മാറ്റപ്പെട്ടു. അവർക്ക് 400 പേർക്ക് ഭാര്യമാരെ കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഭാര്യമാരെ കിട്ടാൻ വേണ്ടി, കന്യകമാരെ കിട്ടാൻ വേണ്ടി ശിലോവിലേക്ക് നൃത്തത്തിന് പോകുന്നവരെ മുന്തിരിത്തോട്ടത്തിൽ പതിയിരുന്ന് പിടിച്ചുകൊള്ളുവാൻ ഒരു അനുവാദം കൊടുത്ത് സാഹചര്യം. ബെന്യാമീൻ ഗോത്രത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു മകളെ കെട്ടിച്ചു ഭാര്യയെ കൊടുക്കരുതെന്ന് കഠിന ശബ്ദം ചെയ്ത് മാറ്റി നിർത്തി. അവര് ഭക്ഷണത്തിന് പ്രവർത്തിച്ചപ്പോൾ ആ ഭക്ഷണത്തിന് കൂട്ടുന്നത് കൊണ്ട് വന്ന ശിക്ഷയാണ് അവർക്ക് ലഭിച്ചത്.
അപ്പോൾ ഇവിടെ ആ ഒരു നന്നായി പഠിച്ചതുകൊണ്ട് വലിയ ഗോത്രം ചെറുതായി മാറിയതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനാണ്. ചെറിയ ബെന്യാമീൻ. എങ്ങനെയാ ബെന്യാമീൻ ചെറുതായി തീർന്നത്? എങ്ങനെയാ ബെന്യാമീൻ ചെറുതായി തീർന്നത്? ദൈവകൽപ്പനയോട് മത്സരിച്ചു. ദൈവ പ്രമാണത്തോട് മത്സരിച്ചപ്പോൾ ചെറിയ ബെന്യാമീനായി മാറി. വലുതായിരുന്നു. ഈ ഒരു ചരിത്രം ഞാൻ വിചാരിക്കുന്നത് ശൗലിന്റെ ചെറുപ്പത്തിൽ നടന്ന സംഭവമാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധമായി നടന്ന സംഭവമാണ്. അറിയാം, പിതാക്കന്മാർ പറഞ്ഞു കൊടുത്തു സംഭവം എങ്ങനെയാ സംഭവിച്ചെന്ന്. ചെറുതായി മാറി. അല്ലാതെ വെറുതെ ഈ ശൗല് പറഞ്ഞതല്ല, അനുഭവം കൊണ്ട് പറഞ്ഞതാ. ഗോത്രത്തിന്റെ പശ്ചാത്തലത്തെ നോക്കി പറഞ്ഞതാ. വലിയ ബെന്യാമീനെ നീ എങ്ങനെ ചെറിയ ബെന്യാമീനായത്? അതുകൊണ്ടാ ശൗല് പറഞ്ഞത് 1 ശമൂവേൽ 9-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ എണ്ണം തിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ബാക്കി മുഴുവനും വെട്ടിക്കളഞ്ഞതാ, ഇല്ലാതാക്കി കളഞ്ഞതാ. പിന്നീട് മുളച്ചു വരുന്നതേ ഉള്ളൂ. ഗോത്രത്തെ മുഴുവൻ നമ്മളെ മക്കളെന്നില്ല. 12 ഗോത്രം വേണമെന്നുള്ളത് ദൈവവ്യവസ്ഥ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് അനുതാപതയും വരുത്തി. ഇപ്പോഴും നശിപ്പിച്ച് കളയാതെ ഭാര്യമാരെ കൊടുത്ത് ഇസ്രായേൽ ഗോത്രം 12 നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവം കരുണ കാണിച്ചു. ആ തിരിച്ചറിവിലാണ് ശൗൽ പറഞ്ഞത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിൽ ഉള്ളവനും എന്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയ മാതിരിക്ക് നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഈ യാബേശ് നിവാസികളെ താഴ്ത്തി ദൈവം ഇസ്രായേൽ ഗോത്രങ്ങളോട് അന്വേഷണം ചോദിക്കത്തക്കവണ്ണം ദൈവം അവരെ താഴ്ത്തി. അതുപോലെ തന്നെ ബെന്യാമീൻ ഗോത്രത്തിന്റെ അഹങ്കാരത്തെ മാറ്റി അവരുടെ ഞങ്ങൾക്കെല്ലാം ആകാം, ദൈവത്തിന് ആവശ്യമില്ല എന്നുള്ള ചിന്താഗതി മാറ്റി ദൈവക്ക് ആപത്ത് വരുത്തി. അത് ഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരും സമ്മതിച്ചു. പിന്തലമക്കാർ പറഞ്ഞു, ഞങ്ങൾ ചെറിയവരാ. എന്താ ബെന്യാമീനെ ചെറുതാകാൻ കാരണമെന്താ? ദൂത് മനസ്സിലായിരിക്കുന്നു. അല്ലാതെ ശൗല് പറഞ്ഞതല്ല. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ വിചാരിക്കും ശൗല് അങ്ങനെ താഴ്ന്നങ്ങ് പറഞ്ഞെന്ന. അല്ല, പിന്നീട് അവന്റെ സ്വഭാവം കാണും. അങ്ങനെയല്ല, ചരിത്രമറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ ഗോത്രമാ. എണ്ണിയാൽ ഇസ്രായേൽ ഗോത്രങ്ങൾ അന്ന് എണ്ണി നോക്കിയാൽ, എണ്ണി എടുത്താൽ ബെന്യാമീൻ ഗോത്രത്തിൽ വളരെ എണ്ണക്കുറവാ. തലമുറ ജനിച്ചു വരുന്നതേ ഉള്ളൂ. 600 പേര് നിന്ന് പിന്നീട് ഉണ്ടായി വരണം. അന്ന് സമയമെടുക്കും. ആ ഒരു നിലവാരത്തിലേക്ക് ആ ഗോത്രം താണുപോയി. അതിന് കാരണമായി തീർന്നത് ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ശൗല് പറഞ്ഞത്, ഞാൻ ഏറ്റവും ചെറുതായ ബെന്യാമീൻ. അതാണ് ചെറിയ ബെന്യാമീൻ. ചെറിയ ബെന്യാമീൻ വലുതായി തന്നെത്താൻ അഹങ്കരിച്ചപ്പോ ആ ഗോത്രം ചെറുതായി പോയി. രാത്രിയിൽ സന്ദേശത്തിന്റെ അർത്ഥതലം മനസ്സിനെ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ശൗല് പറഞ്ഞത്, ഞാൻ ഇസ്രായേൽ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ ഗോത്രത്തിലെയാണ്. മാത്രമല്ല എന്റെ കുടുംബം അതിലും ഏറ്റവും ചെറുതാണ്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന് പറയാൻ കാരണം പശ്ചാത്തലങ്ങളെ പഠിച്ചുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ സമയത്തിന്റെ പരിധി തീർന്നതുകൊണ്ട് സന്ദേശം വേഗത്തെ അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അത് നാളെ വെയിൽ മൂക്കുന്നതിന് മുമ്പ് രക്ഷ വരുമെന്ന് ശൗൽ, അതുപോലെ ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം അവിടെ ദൂത് അറിയിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. അമ്മൂന്റെ സംഭവിച്ചു. ശിക്ഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. അനന്തരം ജനം ശമൂവേലിനോട്, ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞത് അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതിന്
ശൗൽ എന്നൊരു മനുഷ്യനെയും കൊല്ലരുത്, യഹോവ ഇസ്രായേലിനെ രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിന്റെ രാജ്യത്വം പുതുക്കി അവനെ രാജാവായിട്ട് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരുടെ മുമ്പിൽ ആ ശൗലിന്റെ മേലുണ്ടായിരുന്ന നിന്നയെ ദൈവം മാറ്റിക്കളഞ്ഞു. ദൈവം അവനെ രാജാവാക്കിയതാണെങ്കിൽ അവനെതിരെ ഉണ്ടായിരുന്ന നിന്നയെ മാറ്റിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ദൈവമക്കളാക്കിയെങ്കിൽ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ധിക്കരിക്കുന്ന പൈശാചിക പോരുകൾക്കെതിരെ ദൈവത്തിന് അധികാരമുണ്ട്. എന്നാൽ നാം ശൗലിനെ പോലെ പിന്നീട് ദൈവത്തോട് മത്സരിച്ചെങ്കിൽ മാത്രമേ നാം അവമാനിക്കപ്പെടുകയുള്ളൂ. രാത്രിയിൽ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ നിലവാരത്തിൽ നാം ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിന്നാസഹിച്ച പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ അഹങ്കരിച്ചിട്ടല്ല നിന്ദിക്കപ്പെട്ടത്. ബെന്യാമീൻ ഗോത്രം അഹങ്കരിച്ചതുകൊണ്ട് അവർ ചെറുതായി പോകാനിടയാ തീർന്നു. യാബേശ് നിവാസികൾ അവര് അഹങ്കരിച്ചതുകൊണ്ട് അവർക്ക് താഴ്ച വരുവാനിടയാ തീർന്നു. എന്നാൽ പിന്നീട് അവർക്കത് അംഗീകരിപ്പാൻ, മനസ്സിലാക്കുവാൻ മടങ്ങി വരുവാനിടയാ തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോ നിന്ദിക്കപ്പെടുവാനിടയാ തീർന്നു. യെശയ്യാവിന്റെ 53 അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ ഇപ്രകാരം വായിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ആ നിന്ദിക്കപ്പെടുന്ന കർത്താവ് മുഖത്ത് തുപ്പലേക്കുന്നവണ്ണം അവന്റെ മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തു. നീ രാജാവെങ്കിൽ നീ പ്രവാചകനെങ്കിൽ പ്രവചിക്ക എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു കെട്ടി അവനെ തല്ലി നിന്ദിച്ചു. ഹെരോദാവനെ പരിഹസിച്ച് ശുഭവസം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ അയച്ചു. പടയാളികൾ അവനെ കോലുകൊണ്ടടിച്ച് തലയിൽ മുൾക്കിയിടം വെച്ച് ഇസ്രായേലിന്റെ രാജാവ് ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിച്ചു. അവനെ ക്രൂശിച്ച ശേഷവും നിന്ന മാറിപ്പോയില്ല. ആ നിന്നയേറ്റവൻ, തുപ്പലേറ്റവൻ, മഹത്വപൂർണ്ണായിരിക്കുന്ന എന്റെ രക്ഷകനാ, എന്റെ കർത്താവ്. നിന്നെ മാറ്റുവാൻ, നമ്മെ ഉയർത്തുവാൻ, താനെ അവസ്ഥ ഉയർത്തുവാൻ വേണ്ടിയാ യേശു നിന്ദിക്കപ്പെട്ടത്. അവനെ ആളല്ല എന്ന് അവനെ തിരിച്ചറിയാത്തവണ്ണം നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വിരിപ്പാന്റെ അടുത്തും മുഖത്ത് നിന്ന് കാണുവാൻ കഴിയുമോ? അവൻ അഹങ്കരിച്ചിട്ടല്ല, താൻ താഴ്ത്തി പിതാവിന്റെ കരങ്ങളിൽ അനുസരണത്തോടെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അപമാനിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പായി ദൈവം 53 ആ അധ്യായം എഴുതുന്നതിന് മുമ്പായി അതിന് മുമ്പിലുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ടാണ് രേഖപ്പെടുക. 52 അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 13 വാക്യം, എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു മുങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യല്ല എന്നും തോന്നുമാറ് ദൈവമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഗ്രഹിക്കുകയും ചെയ്യും. രാത്രിയിൽ സന്ദേശങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ യേശു വിരൂപമായി തീർന്നു, നിന്ദിക്കപ്പെട്ടു. അതെ, ഓടക്കുഴിന്മേൽ പൊളിച്ചു വീഞ്ഞ് പല പ്രാവശ്യം കാണിച്ച് വേദനയുള്ള ആ മുറിവിൽ നിന്ന് അവൻ അത് കുടിക്കാൻ വേണ്ടി ആഞ്ഞപ്പോൾ അവർ മാറ്റിക്കളഞ്ഞു, പരിഹസിച്ചു, നിന്ദിച്ചു. രാത്രി അവന്റെ മുഖത്തേക്ക് നോക്കാം. പറഞ്ഞിരിക്കുന്ന പോലെ എന്റെ ദാസൻ കൃതാർത്ഥനാകും, ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അതെ, ദൈവനാമത്തെ വീട് നിന്ദിക്കപ്പെട്ടാൽ
പരിഹസിക്കപ്പെട്ടാൽ ഉയർത്തപ്പെടും, ഉന്നതമായ സ്ഥാനം അലങ്കരിപ്പാൻ ഇടയാത്തരും. അതുപോലെ ക്രിസ്ത്യാനിയായി എന്ന് സഹിക്കേണ്ടി വന്നാൽ, കഷ്ട സഹിക്കേണ്ടി വന്നാൽ, പരിശീലിക്കേണ്ടി വന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നന്മ ചെയ്തിട്ട് നിന്ദിക്കപ്പെടുന്നെങ്കിൽ നാം സന്തോഷിക്കണം. ഉയർന്നു പൊങ്ങാൻ സമയമായി. പറഞ്ഞിരിക്കുന്ന ക്രിസ്തു മുഖാന്തരമായി പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. ബന്ധനത്തിലായിരുന്ന, കുതിപ്പില്ലാതെ ജീവനറ്റ് കിടന്ന അടിമകളായിരുന്ന ജാതികളായിരുന്ന നമ്മെ കുതിച്ചു ചാടുമാറാക്കിയ ദൈവപുത്രന്റെ പ്രവൃത്തിക്കായി നിരാത്രിക്ക് സ്തോത്രം ചെയ്യാം. യേശു നിന്ന സഹിച്ച് ക്രൂശിൽ മരിച്ചത്, അവൻ നിന്ദിക്കപ്പെട്ടത്, ആളല്ല എന്ന് കാണത്തക്ക ഗുരുവുമായി തീർന്നത് നമ്മെ കുതിച്ചു ചാടുമാറാക്കാൻ വേണ്ടിയായിരുന്നു. അന്ധകാരത്തിന്റെ പൈശാചിക മണ്ഡലങ്ങൾ അനങ്ങാതിരിക്കാൻ വേണ്ടി പിടിച്ചു മുറുക്കി വെച്ചിരുന്ന ജാതികളെ കുതിച്ചു ചാടുമാറാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് രാത്രി എനിക്ക് വർണ്ണിക്കുവാനുള്ളത്. അത് ആരും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും കേട്ടിട്ടില്ലാത്ത ഗ്രഹിക്കുകയും ചെയ്യും. നമ്മെ കുതിച്ചു ചാടുമാറാക്കിയ ദൈവ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യാൻ രാത്രി കരങ്ങളോട്ട് സ്തോത്രം ചെയ്താട്ട്. ഇനി ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാത്രി പറയണം, ഞങ്ങൾ കുതിച്ചു ചാടി ഉയരുന്നവരാ. ഒരു കാലത്ത് പൈശാചിക പാരമ്പര്യത്തിന് പിടിയിലായിരുന്നു, പാപത്തിന് പിടിയിലായിരുന്നു. എന്നാൽ ഞങ്ങളെ കുതിച്ചു ചാടുമാറാക്കിയത് ഒരുവൻ നിന്നെ അനുഭവിച്ചത് കൊണ്ടാ. ഞങ്ങളുടെ യേശു കർത്താവ് നിന്നെ അനുഭവിച്ചത് കൊണ്ടാ, അവൻ ക്രൂശിൽ മരിച്ചത് കൊണ്ടാ, അവൻ വിരൂപമായി തീർന്നത് ഞങ്ങളെ സ്വരൂപമാക്കി തീർക്കാൻ വേണ്ടിയാണ്. രാത്രി കരങ്ങൾ എടുത്ത് പറഞ്ഞാട്ടെ, അതെ, എന്റെ കർത്താവ് ഞങ്ങളെ കുതിച്ചു ചാടുമാറാക്കും. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി കുതിച്ചു ചാടുമാറാകുന്ന ഒരു കൂട്ടം ജനമായി തീരുവാൻ നമ്മുടെ തലമുറകളെ ദൈവ ശക്തിയിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആ കുതിപ്പ് ഈ രാത്രിയിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് താഴാം, വിനയപ്പെടാം.